ഇസ് മീ ഡാന. വെൽക്കം ടു മൈ അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും എല്ലാം ഒരുപാട് താങ്ക് യു. ദാറ്റ് മീൻസ് എ ലോട്ട് ടു മീ. അപ്പോൾ ഇപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് വന്നതാണ്. ആക്ച്വലി ഉച്ച സമയം ഒരു 2-2:30 അപ്പോൾ അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഷോപ്പിൻ്റെ ഓപ്പണിങ്ങിന് കുറച്ച് ലൈസൻസിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പം അതിന് കുറച്ച് അഡ്രസ്സ് ഇഷ്യൂ. അപ്പം അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ പോയിട്ട് വന്ന് സംഭവങ്ങളെല്ലാം സെറ്റായി വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പോൾ വൈകിട്ട് ജിമ്മിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് നല്ല എന്തെങ്കിലും കഴിച്ചേ പറ്റും. വൈകിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറ് കഴിക്കാമെന്ന്. ചോറ് ഞാൻ കറിയും തോരനും കൂട്ടി അല്ല കഴിക്കുന്നത്. വേറൊരു രീതിയിൽ കുറച്ച് റൈസ് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് നിങ്ങളിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വിച്ച് ഇസ് എ ഹെൽത്തി റൈസ് റെസിപ്പി. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ റൈസ് റെസിപ്പി. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ആദ്യം ഞാൻ ഒരു പാൻ വെച്ചു. പാനിനകത്തോട്ട് നമ്മൾ വെളിച്ചെണ്ണയല്ല യൂസ് ചെയ്യുന്ന, ഒത്തിരി നെയ്യോ ബട്ടറോ ആണ്. ഇപ്പോൾ ഞാനൊരു ഇത്തിരി നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഇത്തിരി കാണിച്ച ഒരു ഇത്തിരി നെയ്യ്, ഒരു ഒരു 1/2 ടീസ്പൂൺ അങ്ങനെ മതി. സോ 1/2 ടീസ്പൂൺ നെയ്യ്. പിന്നെ ഇതിൽ മസാലകളോ സംഭവങ്ങളൊന്നും നമ്മൾ ചേർക്കത്തില്ല. ജസ്റ്റ് പ്ലെയിൻ റൈസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ചേർക്കത്തുള്ളൂ. അപ്പം ഇന്ന് ഇത്തിരി ഫ്ലേവർ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫെനൽ സീഡ്സ് എന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകം. അപ്പം അതാണ് ഞാൻ ഇത്തിരി ഇടാൻ പോകുന്നത്, ഒരിത്തിരി. സോ അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി ഇഞ്ചിയല്ല പച്ചമുളകും സവാളയും ഞാൻ ഒരുപാട് കൂട്ടി വെച്ചപ്പോൾ അതങ്ങനെ. സോ ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഒത്തിരി ഞാൻ ബോയിൽ ചെയ്യത്തൊന്നുമില്ല, അല്ലെങ്കിൽ ഒത്തിരി ഞാൻ വഴക്കത്തൊന്നുമില്ല. സോ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യും. സോ അതിൻ്റെ കൂടെ ഇച്ചിരി ബീൻസ്, പിന്നെ ഒരു ക്യാബേജ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇത്തിരി ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഞാൻ. അത് അതും ജസ്റ്റ് ഒന്നിങ്ങനെ സോട്ട് ചെയ്യണം. അതിന് ഒട്ടും കുക്കാവേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ ഒന്ന് ചൂടാൻ മതി. സോ ഒരുപാട് വെജിറ്റബിൾസ് ചൂടാവുകയാണെങ്കിൽ കെസിയെ ചൊക്കുന്നു. കെസിയാണ് ആസ് യൂഷ്വൽ ക്യാമറ പിടിച്ചുകൊണ്ട് പുറകിൽ നിൽക്കുന്നത്. അപ്പോൾ താങ്ക് യു കെസി. അപ്പം ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ നമ്മൾ ഇതൊന്നും കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. സോ അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എഗ്ഗാണിത്. സോ ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് സോ ഞാൻ ഇപ്പം എഗ്ഗിൽ സോൾട്ടൊന്നും ഇട്ടിട്ടില്ല. സോ സോൾട്ടൊക്കെ ഞാൻ ഏറ്റവും അവസാനം ഇടുള്ളൂ. ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഒരുപാട് ഓയിൽ ഒഴിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ പാൻ്റെ അതൊന്ന് പിടിച്ചത്. ബട്ട് ദാറ്റ്സ് ഓക്കെ. സോ ഇതൊന്ന് ഒരു ഒത്തിരി തീ കൂട്ടി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എഗ്ഗ് ഒന്ന് കുക്കാക്കി എടുക്കണം. സോ ദിസ് ഇസ് ഇറ്റ്. ജസ്റ്റ് ഇതെല്ലാം ഫാസ്റ്റ് കുക്കിംഗ് ആണ് ആക്ച്വലി. ഇതൊന്നും നമ്മൾ വെജിറ്റബിൾസ് ഒന്നും ബോയിൽ ചെയ്യോ അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ കൂടെ മുട്ട ജസ്റ്റ് ഒന്ന് കുക്കാവണം. ദാറ്റ്സ് ഇറ്റ്. സോ അതിൻ്റെ കൂടെ വെജിറ്റബിൾസും എല്ലാം കൂടെ ചെയ്തിട്ട് നോക്കിയാവും. ഇതിൻ്റെ കൂടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 1 കപ്പ് റൈസ് ആണ്. ദിസ് ഇസ് 1 കപ്പ്. എന്നുവെച്ചാൽ ഈ ഒരു ബൗളിൽ എൻ്റെ അളവാണ്. അപ്പോൾ 1 കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ 1 കപ്പ് റൈസ്. സോ അതുകൂടി ജസ്റ്റ് ഒന്ന് ഞാൻ മിക്സ് ചെയ്യുക. സോ റൈസും ഇതിൻ്റെ അകത്തുനിന്ന് എല്ലാം കൂടെ ഒരു മിക്സ് ആയാൽ മതി. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ചേർക്കുന്നത് നോർമൽ സോൾട്ട് അല്ല, നമ്മുടെ ഇത് ബ്ലാക്ക് സോൾട്ട് എന്ന് പറയും. ബ്ലാക്ക് സോൾട്ട് ഇല്ലെങ്കിൽ ചെറിയ നമ്മുടെ വൈറ്റ് സോൾട്ട് ഇല്ലേ, അത് ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ക്രിസ്റ്റൽ എടുത്തിട്ടത്. സോ ഉപ്പും ഒന്നും ഞാൻ ഒരുപാട് ചേർക്കാറില്ല ആക്ച്വലി. സോ എനിവേ, സോ ദാറ്റ്സ് ഇറ്റ്. ചെറുതായിട്ട് അടുക്കി പിടിക്കുന്നുണ്ട്, പക്ഷേ പെട്ടെന്ന് ഞാനിത് എടുക്കുന്നത് പ്രശ്നമില്ല. സോ ഫിനിഷ്. ഇത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഉച്ചയ്ക്കത്തെ ലഞ്ച്. അപ്പോൾ ഇനി ഞാൻ പ്ലേറ്റ് ചെയ്യുക. അപ്പോൾ
ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നുമില്ല, ഒത്തിരി ഒന്നുമില്ല. ഇത് ജസ്റ്റ് 1 കപ്പ്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ്. അപ്പം റൈസ് കഴിക്കണമെന്നൊക്കെ ആർക്കെങ്കിലും നിർബന്ധമാണെങ്കിൽ ഓൺ ഡയറ്റ്. അപ്പോൾ മിക്കവരും നമ്മൾ മലയാളീസിന് റൈസ് ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം റൈസ് കഴിക്കണം നിർബന്ധമാണെങ്കിൽ ഓൺ യുവർ ഡയറ്റ് യു ക്യാൻ മേക്ക് സംതിങ് ലൈക്ക് ദിസ്. ഇതിൻ്റെ വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ഇട്ടാവും ഇതിൻ്റെ കൂടെ. ഞാൻ തക്കാളി മാത്രമേ ഇടാതുള്ളൂ, ബാക്കി എൻ്റെ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ക്യാരറ്റ്, ബീട്രൂട്ട്, അങ്ങനെയുള്ള പല ലീഫ് വെജിറ്റബിൾസ് ലൈക്ക് സ്പിനാച്ച്, പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ചീര, ഇതെല്ലാം യൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാബേജും ബീൻസും ഒക്കെ ഉള്ളൂ, അപ്പോൾ ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം ഇതാണ് എൻ്റെ ലഞ്ച്. ലെറ്റ്സ് ഈറ്റ്. അപ്പോൾ ഗൈസ്, ആസ് യൂഷ്വൽ ഞാൻ പുറത്ത് നമ്മുടെ വാതിൽക്ക് വന്നിരുന്നാണ് ലഞ്ച് കഴിക്കുന്നത്. ദിസ് ഇസ് മൈ ഫേവറേറ്റ് പ്ലേസ് ഈ വീട്ടിൽ. പൊളിയാണ്, നല്ല കാറ്റും വെട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അകത്തിരിക്കത്തില്ല, ലഞ്ചും ഫുഡും എല്ലാ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം എടുത്തോണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കുന്നത്. ദിസ് ഇസ് എ നൈസ് പ്ലേസ്. അപ്പോൾ എൻ്റെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിക്കുവാണ്. എന്തായാലും കെസി കൊതി വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കെസിക്ക് ഒരു സ്പൂൺ കൊടുക്കുകയാണ്. കെസിക്ക് ഉപ്പ് കുറച്ച് കുറവായിരിക്കും, ബിക്കോസ് ഞാൻ ഒരുപാട് ഉപ്പൊന്നും ഇടാറില്ല. സോ എങ്ങനെയുണ്ട്? കെസി ഇതാണ് ഫുഡ്. കെസിയും ലിയോണൊന്നും വലുതായിട്ട് എന്താ പറയുന്നത് പോലുള്ള ഹെൽത്തി ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. വല്ല പൊരിച്ചതോ വറുത്തതോ ആണെങ്കിൽ കഴിക്കും. പിന്നെ പാസ്ത ഐറ്റംസ് അതൊക്കെയാണ് കെസിയും ലിയോണും ഇഷ്ടം. ബട്ട് എനിവേ ദിസ് ഇസ് കൂൾ. അപ്പോൾ എല്ലാവരും റൈസ് കഴിക്കണമെന്ന് നിർബന്ധമുള്ളവർ ഇതൊക്കെ ചെയ്ത് കഴിക്കാം. പൊളിയാണ്, അടിപൊളിയാണ്. ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് മറ്റന്നാൾ കാണാം. കാരണം നാളെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യില്ല ഞാൻ. അപ്പോൾ മറ്റന്നാൾ നമുക്ക് കാണാം. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്നെ ഒരുപാട് പേര് ഇപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിലൊക്കെ എനിക്ക് മെസ്സേജും കമൻസും ഒക്കെ കിട്ടി. കുറവാണെങ്കിലും ഐ വാല്യൂ ഇറ്റ് ദ മോസ്റ്റ്. കാരണം ഒരാളെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ, എന്നോട് ലൈക്ക് ഒരു ഫീഡ്ബാക്ക് പറയുന്നുണ്ട്, വിച്ച് ഇസ് എ വെരി ബിഗ് തിങ്. എന്തായാലും ബൈ, മറ്റന്നാൾ കാണാം.